വയനാട് കള്ളാടിയിൽ 7 പേർ മരിച്ച മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കരാർ കമ്പനിയെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെയും കുറ്റപ്പെടുത്തി അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. അശ്രദ്ധ മൂലമുള്ള മരണമെന്ന കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും. അപകടത്തിലെ ഉദ്യോഗസ്ഥ വീഴ്ചയും അന്വേഷിക്കണം. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിയമപരമായ വീഴ്ച പറ്റി. കരാറുകാരായ ദിലീപ് ബിൽഡ്കോണിന് മുൻപും നിർമ്മാണ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നും അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഹൈക്കോടതിയിൽ അമിക്കസ് ക്യൂറി രഞ്ജിത്ത് തമ്പാൻ നൽകിയ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഇങ്ങനെ: അപകട മുന്നറിയിപ്പുണ്ടായിട്ടും പ്രദേശത്തെ മൺകൂന മാറ്റിയില്ല. അശ്രദ്ധ മൂലമുള്ള മരണമെന്ന കുറ്റവും ജീവന് ഭീഷണിയുള്ള പ്രവൃത്തി എന്ന കുറ്റവും പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും. കരാർ കമ്പനിക്കെതിരെ മാത്രമല്ല, ഉദ്യോഗസ്ഥ വീഴ്ചയിലും പോലീസ് വിശദമായ അന്വേഷണം നടത്തണം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിയമപരമായ വീഴ്ചയുണ്ടെന്നാണ് അമിക്കസ് ക്യൂറി റിപ്പോർട്ടിലെ കുറ്റപ്പെടുത്തൽ. അതോറിറ്റി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടി. പരിസ്ഥിതി അനുമതിയുള്ള പദ്ധതിയിൽ ഇടപെടാതെ ഫയൽ മടക്കി. ദുരന്ത സാധ്യതയുള്ള ഏത് നിർമ്മാണവും അതോറിറ്റിക്ക് പരിശോധിക്കാൻ നിയമപരമായ അധികാരമുണ്ടെന്നും അമിക്കസ് ക്യൂറി. കരാറുകാരായ ദിലീപ് ബിൽഡ്കോണിന് മുൻപും നിർമ്മാണ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട്. ആന്ധ്രയിലെ അനകപ്പള്ളിയിൽ ദിലീപ് ബിൽഡ്കോൺ നിർമ്മിച്ച ഫ്ലൈ ഓവർ തകർന്നുള്ള അപകടത്തിൽ 2 പേർ മരിച്ചു. കമ്പനിയുടെ മുൻകാല ചരിത്രം പരിശോധിച്ച് വേണം കരാർ നൽകാൻ. പരിസ്ഥിതി ലോല പ്രദേശത്ത് കരാർ നൽകുമ്പോൾ പരിശോധന വേണം. കൃത്യമായ പശ്ചാത്തലവും കർശന മേൽനോട്ടവും വേണമായിരുന്നുവെന്നും അമിക്കസ് ക്യൂറി. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും മറുപടി നൽകണം. സംസ്ഥാനത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ സ്വീകരിച്ച ഹർജി ഹൈക്കോടതി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.